പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ CPM മൗനം പാലിക്കുമ്പോൾ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. ജയരാജനെതിരായ ആരോപണങ്ങളിൽ CPMനെയും സർക്കാരിനെയും വെട്ടിലാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. ജയരാജനെതിരായ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്നതാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. CPMന് ജീർണത ബാധിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞു. പി ജയരാജനെതിരായ വെളിപ്പെടുത്തലിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു. തുടർന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ഇപ്പോൾ മനു തോമസിന്റെ ജീവന് ഭീഷണിയുണ്ട്. ഷുഹൈബ് വധത്തിൽ CPMന് പങ്കുണ്ട് എന്ന് പറഞ്ഞ ആകാശ് തില്ലങ്കേരി ഇപ്പോൾ പാർട്ടിയെ സംരക്ഷിക്കുന്ന ക്രിമിനലാണ്. ആകാശ് തില്ലങ്കേരിക്ക് ട്രോഫി കൊടുത്ത നേതാവാണ് യുവജന കമ്മീഷൻ ചെയർമാൻ. TP കേസിലെ പ്രതികൾ പരോളിൽ പോയി സ്വർണം പൊട്ടിക്കുന്നു. തോന്നിയതുപോലെ ഇവർക്ക് പരോൾ കൊടുക്കുന്നു. കേരളത്തിൽ മാഫിയ സംഘങ്ങൾ തഴച്ചു വളരുകയാണ്. CPMന്റെയും DYFIയുടെയും രാഷ്ട്രീയ തണലിൽ മാഫിയകൾ വളരുകയാണ്. കാഫിർ പ്രചരണം നടത്തിയ ഒറ്റ CPM നേതാവിനെതിരെയും കേസെടുത്തിട്ടില്ല. CPMന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരസ്പരം പോരടിക്കുകയാണ്. അധികാരം ഇവരെ ദുഷിപ്പിച്ചുവെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം നേരത്തെ TP വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം സർക്കാർ വെറും അഭ്യൂഹത്തെ മാത്രമെന്ന് പ്രചരിപ്പിച്ചുവെന്ന് സതീശൻ പറഞ്ഞിരുന്നു. നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും കത്ത് പുറത്തു വന്നപ്പോൾ അഭ്യൂഹം പൊളിഞ്ഞുവെന്നും സതീശൻ പറഞ്ഞു. 3 പ്രതികളുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള പോലീസുകാർ KK രമയുടെ മൊഴിയെടുത്തു. അങ്ങനെ മൊഴിയെടുത്തുവെങ്കിൽ എങ്ങനെ അഭ്യൂഹം മാത്രമാകും? ഹോം സെക്രട്ടറിയുടെ ഉത്തരവിനെയും മറികടന്നുകൊണ്ടാണ് ഈ കേസിൽ MLAയുടെ മൊഴിയെടുത്തത്. അങ്ങനെയെങ്കിൽ ഹോം സെക്രട്ടറിയുടെ ഓഫീസിന് മീതെ പറക്കുന്ന പരുന്താരാണ്? മുഖ്യമന്ത്രി ഈ കസേരയിൽ 1 മിനിറ്റ് പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്നും VD സതീശൻ പറഞ്ഞു. TP വധക്കേസ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ഒട്ടും യാദൃശ്ചികമല്ല. നിയമലംഘനങ്ങളുടെ ഒരു ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിലുണ്ട്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഒരു കാരണവശാലും ശിക്ഷ ഇളവ് നൽകില്ല എന്ന് ഞങ്ങൾ ഉറപ്പു മേടിച്ചിരിക്കുകയാണ് എന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം കാഫിർ പ്രയോഗത്തിൽ നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ ചോദ്യങ്ങളിൽ പോസ്റ്റർ ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ MLA KK ലതികയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു മന്ത്രി MP രാജേഷ് മറുപടി നൽകിയത്. ഇത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്പോരിന് ഇടയാക്കുകയും ചെയ്തു. കാഫിർ പോസ്റ്റർ വിവാദത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പ്രതികൾ ആരെല്ലാം എന്നതിനാണ് പ്രതിപക്ഷം ഉയർത്തിയ പ്രധാന ചോദ്യം. എന്നാൽ മന്ത്രി നൽകിയ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരായില്ല. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിലാണ് MP രാജേഷ് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ ഭരണപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. എന്തുകൊണ്ട് KK ലതികയ്ക്കെതിരെ കേസെടുത്തില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. എന്നാൽ മന്ത്രി K ലതികയെ ന്യായീകരിച്ച് രംഗത്തെത്തി. ലതികയുടെ പോസ്റ്റ് വർഗീയതയ്ക്കെതിരെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അനുചിതമെന്ന് കണ്ടാൽ പോസ്റ്റ് പിൻവലിക്കുന്നത് വിവേകപൂർണമായ നടപടിയാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക എന്നും KK ലതികയെ പൂർണ്ണമായും ന്യായീകരിച്ച് മന്ത്രി MP രാജേഷ് പറഞ്ഞു.